അജിത് പവാർ NCPയിലേക്ക് തിരികെ വരുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക എന്ന് രാഷ്ട്രീയ ഭീഷ്മാചാര്യനായ ശരത് പവാർ പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അധിക നാൾ അജിത് പവാറിന് NDA സഖ്യത്തിൽ തുടരാൻ കഴിയില്ല. അവർ എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ അവഹേളിക്കും. അതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണ സഹിതം തനിക്ക് കാട്ടാനാകും എന്നാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത്. നിരവധി തവണയായി നരേന്ദ്രമോദി തന്നെ NDAയിലേക്ക് അംഗമാകാൻ ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രായ പരിചയ സമ്പന്നത എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു അവർ എന്തിനു വേണ്ടിയാണ്, താൽക്കാലിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് അവർ വിളിക്കുന്നത്. GDPയുടെ കാര്യത്തിലായിരുന്നാലും എക്കണോമിക്കലി നോക്കിയാലും ഉത്തർപ്രദേശിനേക്കാളൊക്കെ വളരെ വളരെ മുന്നിലാണ് മഹാരാഷ്ട്ര എന്നുള്ളത് കൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഭരണം കൈയാളുക BJPക്ക് എളുപ്പത്തിൽ കഴിയില്ല എന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. ഫട്നാവിസും നിതിൻ ഗഡ്കരിയും ഒക്കെ ആവശ്യത്തിലധികമായി ശ്രമിച്ചു നോക്കിയതാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം. 288 നിയമസഭാ സീറ്റിൽ 145 എന്ന മാജിക് ഫിഗർ ഒറ്റയ്ക്ക് ഒരു പാർട്ടിക്കും അത്ര എളുപ്പത്തിൽ കഴിയില്ല. UPയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും മഹാരാഷ്ട്രയിൽ കിട്ടുക അസാധ്യമാണ്. ആ രീതിയിലേക്ക് വന്നപ്പോഴാണ് നരേന്ദ്രമോദി പ്ലേറ്റ് മാറ്റിയത്. എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം മോദിക്ക് വല്ലാതെ അതൊരു വലിയ ടാർഗറ്റായി മാറിയപ്പോഴാണ് അദ്ദേഹം ഇതിനകത്ത് ശിവസേന പിളർപ്പിലേക്കും അതുപോലെ NCPയുടെ പിളർപ്പിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ അത് അധിക നാൾ നിൽക്കില്ല. ശിവസേനയുടെ പിളർപ്പ് എങ്ങനെയാണെന്ന് തനിക്കറിയില്ലെങ്കിലും NCPയുടെ പിളർപ്പ് അധിക നാൾ കാണില്ല. NCP തുടങ്ങിയ കാലം മുതൽ തന്നെ ഒറ്റക്കെട്ടായി തന്നെയാണ് നീങ്ങിയത്. അജിത് പവാറിന് എന്തുകൊണ്ടും കൃത്യമായും അത് നഷ്ടം മാത്രമായിരിക്കും. അതായത് NDAയിലേക്ക് പോയതുകൊണ്ട് അപഹാസ്യനാവുക മാത്രമാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും യഥാർത്ഥ പാർട്ടിയിലേക്ക്, അതായത് മാതൃ കുടുംബത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ലോക്സഭ കഴിയുന്നത് വരെ കാത്തിരിക്കൂ എന്നാണ് അനുയായികളോട് പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നതിരിക്കെ മഹാരാഷ്ട്രയിൽ കൃത്യമായി NCPക്ക് അജിത് പവാറിനെ ഒപ്പം ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മഹാവികാസ് അഘാടി സഖ്യം രൂപീകൃതമാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഉദ്ധവ് താക്കറേക്ക് കൃത്യമായി പണി കൊടുക്കുന്ന രീതിയിൽ അജിത് പവാറും ഫട്നാവിസും നാടകീയമായ രംഗങ്ങൾ നടത്തിയിരുന്നു. അവിടെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി ഫട്നാവിസിനോടൊപ്പം അന്നത്തെ ഗവർണറായ ഭഗത് സിംഗ് കോശിയാരിയുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ മുതിർന്നിരുന്നു. അത് മണിക്കൂറുകളുടെ മാത്രം ആയുസ് മാത്രമേ ആ ഒരു പദത്തിനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് കൃത്യമായി അജിത് പവാർ NCPക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊണ്ട് മഹാവികാസ് അഘാടി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറിയത്. അതുപോലെ തന്നെയായിരിക്കും ഈ കാര്യങ്ങളും. NDA സഖ്യത്തിന്റെ ഭാഗമായി അധിക നാൾ അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല. ആവശ്യപ്പെട്ട ലോക്സഭാ സീറ്റുകൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അജിത് പവാറിന് തിരികെ വരാതെ വേറൊരു രീതിയും മാർഗവും ഒന്നും കാണുന്നില്ല. അനുയായികളും വോട്ടർമാരും എല്ലാം തന്നോടൊപ്പമാണ് എന്നുള്ളത് കാലം തെളിയിക്കും എന്നുള്ളത് കൃത്യമായി തന്നെ അജിത് പവാറിന് താക്കീതായി തന്നെ ശരത് പവാർ പറഞ്ഞു കൊടുക്കുകയാണ്.